കാണുന്നില്ല. ഫാദർ ഫിലിപ്പ് കവിയിൽ, കത്തോലിക്ക കോൺഗ്രസ്, അദ്ദേഹം കൂടി നമുക്കൊപ്പമുണ്ട്. എന്തായാലും മുനമ്പം വിഷയം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ കടുത്ത വിമർശനമാണ് ദീപിക മുഖപ്രസംഗം ഉന്നയിക്കുന്നത്. ഫാദർ ഫിലിപ്പ് കവിയിൽ, ജുഡീഷ്യൽ കമ്മീഷൻ നീതി കൊണ്ടുവരില്ല എന്ന് നിങ്ങൾ വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇതിനകത്ത് ജുഡീഷ്യൽ കമ്മീഷന് വെച്ചത് തന്നെ ഇത് കൂടുതൽ കാലതാമസം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ കമ്മീഷനിൽ കൃത്യസമയത്ത് നടക്കുന്നതായിട്ട് നമുക്ക് അറിവില്ല. അതിന് സമയമെടുക്കും, അത് സ്വാഭാവികമാണ്. ആ സമയം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവരുടെ പ്രശ്നങ്ങൾ എപ്പോൾ പരിഹരിക്കപ്പെടും? കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ആവശ്യപ്പെട്ട സത്വരമായ നടപടിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീരുമാനിച്ചാൽ ഇത് വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. അതെന്തിനാണ് ഇങ്ങനെ വലിച്ചു നിൽക്കുന്നത്? അത് ജുഡീഷ്യൽ കമ്മീഷനിൽ പോകേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? അവിടുത്തെ ആളുകളുടെ സ്വത്താണ് ഇത് എന്നുള്ളത് അവർക്ക് രേഖയടക്കമുണ്ട്. ഇത് വഖഫിന്റെ സ്വത്തല്ല, ഇത് ആ മുൻപ് പ്രദേശത്തെ ആളുകളുടെ സ്വത്താണ്. അവര് റവന്യൂ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വത്ത് ഒരു സുപ്രഭാതത്തില് വഖഫിന്റെ ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? അത് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വക വിഷയങ്ങൾ ഉന്നയിച്ച് അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ കാര്യത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭ വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിച്ച് എത്രയും പെട്ടെന്ന് അതിലൊരു പരിഹാരം ഉണ്ടാക്കണം, ശാശ്വത പരിഹാരം. അല്ലാതെ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അവരുടെ റിപ്പോർട്ട് വന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇവിടെ എത്രയെല്ലാം കമ്മീഷനുകൾ വെച്ചിരിക്കുന്നു. JB കോശി കമ്മീഷൻ ഇവിടെ വെച്ചു. ഈ ഇടതുപക്ഷ സർക്കാർ തന്നെയല്ലേ ആ കമ്മീഷനെ നിയമിച്ചത്. എന്തുകൊണ്ടാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞ് ഈ സാഹചര്യത്തിലും അതിനെപ്പറ്റി ഒരു കൃത്യമായ നടപടി എടുക്കാത്തത്? അതുകൊണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതൊക്കെ ഒരു ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതെ ഫാദർ, ഒരു കാര്യം, ഈ ലേഖനത്തിൽ, ഈ മുഖപ്രസംഗത്തിൽ പറയുന്ന ഒരു പരാമർശമുണ്ട്. മുഖ്യമന്ത്രി വഖഫ് ബോർഡിന് മുന്നിൽ യാചിക്കുന്നു, അതായത് മുഖ്യമന്ത്രി വഖഫ് ബോർഡിന് മുന്നിൽ കീഴടങ്ങുന്നു എന്നൊരു പരാമർശം കൂടിയുണ്ട്. നിങ്ങൾക്കും ആ ഒരു നിലപാടാണോ പൊതുവിൽ കത്തോലിക്ക സഭയ്ക്കുമുള്ളത്? കാരണം മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരുന്ന് ഒരു ആർജവം കാട്ടുന്നില്ല എന്നാണോ? വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നിയമിച്ച ഒരു സംവിധാനമാണ്. ഗവൺമെന്റ് ആണ് ഈ വഖഫ് ബോർഡിന്റെ മുകളിലുള്ളത്. അല്ലാതെ ഗവൺമെന്റ് വഖഫ് ബോർഡിനോട് യാചിക്കേണ്ട സ്ഥിതി അല്ല ഇവിടെ വേണ്ടത്. ഗവൺമെന്റിന്റെ അധികാരത്തിന് കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ് വഖഫ് ബോർഡ്. ഈ നാട്ടിലെ ഭരിക്കുന്ന ഗവൺമെന്റിനും നിയമ സംവിധാനത്തിനും മുകളിലാണ് വഖഫ് ബോർഡ് എന്ന് സംശയിക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒരുമിച്ച് തീരുമാനിച്ചാൽ അതനുസരിക്കാൻ വഖഫ് ബോർഡിന് സാധിക്കില്ലേ? എന്തുകൊണ്ടാണ് ഇതിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത്? അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഈ വഖഫ് നിയമ ഭേദഗതികൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരേണ്ടി വരും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ്. അത് അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന അനുസരിച്ച് അവർ പ്രവർത്തിച്ചാൽ മതിയാവും. യെസ്, വളരെ നന്ദി ഫാദർ ഫിലിപ്പ് കവിയിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ കത്തോലിക്ക സഭ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്നു എന്നതാണ് ദീപിക മുഖപ്രസംഗം നൽകുന്ന സൂചന. അതങ്ങനെ തന്നെ എന്നത് ഫാദർ ഫിലിപ്പ് കവിയെ പോലെയുള്ളവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി വഖഫ് ബോർഡിന് മുന്നിൽ യാചിക്കുന്നു. എന്തുകൊണ്ട് സർക്കാരിന്റെ അധികാരം ഉപയോഗിക്കുന്നില്ല, മുഖ്യമന്ത്രി ഈ സംവിധാനം ഉപയോഗിക്കുന്നില്ല? ഒരു സ്വതന്ത്ര അധികാര സംവിധാനമാണ് വഖഫ് ബോർഡിനുള്ളതെങ്കിൽ അത് തന്നെയാണ് നിയമ ഭേദഗതി എന്ന ആവശ്യത്തിന് കൂടുതൽ ശക്തി പകരുക എന്നതാണ് ഇക്കാര്യത്തിൽ ദീപിക അടക്കമുള്ളവരുടെ നിലപാട്. ഡാനി, ഒരു കാര്യം കൂടി, ഈ വിഷയത്തിൽ ഫാദർ ഫിലിപ്പ് കബീൽ അടക്കമുള്ളവർ പറയുന്നത് പോലെ മുഖ്യമന്ത്രി ആർജവം കാട്ടുന്നില്ല എന്ന വിമർശനമുണ്ട്. അത് ഈ വിഷയത്തിന്റെ നിയമപരമായ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഇതിന്റെ സങ്കീർണതകൾക്കോ അപ്പുറം വേണ്ടത്ര രാഷ്ട്രീയ ആർജവം കാട്ടാൻ സർക്കാർ തയ്യാറാവുന്നില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്ന സൂചനകളിലേക്കാണ് ഈ മുഖപ്രസംഗം ചെന്നെത്തുന്നത്. അതായത് ഇത് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനവും നീക്കവുമായി കൂടി മാറുകയാണ്. അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭ ലക്ഷ്യമിടുന്നത് ഒരു വലിയ നീക്കത്തിന് എന്ന് തന്നെ കരുതേണ്ടി വരുമോ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും സജിത്ത. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കത്തോലിക്ക സഭ പറയുന്നത്, സഭാ നേതൃത്വം ഒന്നാകെ തന്നെ ഇതിന് മുൻപിലുണ്ട്. ഈ മുനമ്പത്തിന്റെ സമരത്തിന്റെ മുൻപിൽ നടക്കുന്നത് സഭ തന്നെയാണ്. അത് മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും അപ്പുറം അതിന്റെ ഒരു പതാകവാഹകരാകുന്നത്
കത്തോലിക്ക സഭ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഭാധ്യക്ഷന്മാരും ഇവിടേക്ക് വരുന്നു. അവരെല്ലാം ശബ്ദത്തിൽ ഉള്ളത് വളരെ കൃത്യമാണ്. ഇതിലൊരു രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് സർക്കാർ പ്രകടിപ്പിക്കേണ്ടത്. അത് കൃത്യമായി പ്രകടിപ്പിക്കുക തന്നെ വേണമെന്ന് അവർ പറയുന്നു. അല്ല എങ്കിൽ ഇപ്പോൾ നടക്കുന്ന മുനമ്പത്ത് നടക്കുന്ന സമരം അത് കേരളത്തിലെമ്പാടും തന്നെയും അതൊരു സമരമുഖമാക്കി തങ്ങൾ മാറ്റുമെന്ന് പലകുറിയായി അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഇടപെടലുകൾ നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഒരു ബദൽ എന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതിനൊരു പോംവഴി എന്ന രീതിയിൽ തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചത് ഈ അന്വേഷണ കമ്മീഷനെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് സ്വീകാര്യമല്ല എന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിലൂടെ തന്നെ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭ തന്നെ ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. വൈകാതെ തന്നെ അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, നേരത്തെ ഫാദർ ഫിലിപ്പ് കാവിൽ സംസാരിച്ചതുപോലെ തന്നെ ഇത് നീണ്ടുപോകാനുള്ളൊരു സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം അങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ അവരുടെ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെടുകയില്ല. നമ്മൾ അവിടെ ലൈവത്തോൺ നടത്തിയപ്പോൾ തന്നെ പരിചയപ്പെട്ടതാണ് പല കുടുംബങ്ങളെയും, നിരവധിയായ വീടുകൾ, അവരെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ഇതിലൊരു പെട്ടെന്നുള്ളൊരു തീരുമാനമുണ്ടാകണം. കാരണം മാറ്റിവെക്കാൻ പറ്റാത്ത പല ആവശ്യങ്ങളുമുണ്ട്. വിവാഹവും കുട്ടികളുടെ പഠനവും അതിനേക്കാളും അപ്പുറം രോഗികളുടെ ചികിത്സയും അടക്കമുണ്ട്. ഇതിനെല്ലാം അവരുടെ കയ്യിലുള്ളത് അവരുടെ ചെറിയ ഭൂമി മാത്രമാണ്. അതിലാണ് ഇങ്ങനെയൊരു കൈവശ അവകാശം മറ്റൊരാൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അവർ ഈ പണം അടക്കാൻ ചെല്ലുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വേണം. തങ്ങൾക്ക് തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഭൂമിയിൽ നിന്ന് തിരികെ കിട്ടുമോ എന്നത് അവർക്ക് പെട്ടെന്ന് അറിയേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമേ പോവുള്ളൂ. അതിന് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കുക, ഇത്തരം ഈ രസീതുകളുമായി അല്ലെങ്കിൽ അവരെ ഇതുവരെ കരമുടക്കിയ കാര്യങ്ങളുമായി വീണ്ടും ഇത് കയറിയിറങ്ങി തങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി തങ്ങളുടേതാണെന്ന് തന്നെ ബോധ്യപ്പെടുത്തുക. ഇതിന് വിശദമായ റിപ്പോർട്ട് അടക്കം വരാനായിട്ട് വളരെ താമസമെടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇതുവരെയുള്ള അന്വേഷണ കമ്മീഷനുകളുടെ ഗതിയെല്ലാം അത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉടനുണ്ടാകണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്, സഭ ആവശ്യപ്പെടുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വഖഫ് വിഷയത്തിൽ ദീപിക മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിക്കുന്നു. അതേസമയം